ഹായ് ഫ്രണ്ട്സ്, ന്യൂസ് സെറ്റിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും ക്രിസ്മസിൻ്റെ തിരക്കിലായിരിക്കുമെന്ന് അറിയാം. പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ പ്രിപ്പറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ ആദ്യമായിട്ട് മീൻകറി മോദക്കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുക ചട്ടി കിടന്ന്. അടുത്തായിട്ട് നമ്മുടെ പോർക്ക് നോയിലൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. പോർക്ക് നമ്മൾ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്, ഗ്രില്ലും ചെയ്യുന്നുണ്ട്, ഫ്രൈയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രൈയുടെ കട്ടിങ്ങാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോർക്ക് ഗ്രില്ലിൻ്റെ വീഡിയോ ഇനി വരുന്നതായിരിക്കും, വേറൊരു വ്ളോഗായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ പതുക്കെ എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാട്ടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. തൊട്ടപ്പുറത്ത് നമ്മുടെ അയലക്കറി കിടന്ന് തിളയ്ക്കുന്നുണ്ട്, അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോർക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ പോർക്കിൻ്റെ ഒരു വ്ളോഗാണ് ഞാൻ ചെയ്തിട്ടുണ്ടാകും, നോക്കിയാൽ മതി. അപ്പോൾ പോർക്ക് റെഡിയായി വന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പാരലായിട്ട് ബീഫും കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ബീഫ് ഒന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് പാനിലേക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ കുറച്ച് മല്ലിയിലേക്ക് ഇട്ടാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. തേങ്ങാക്കൊത്ത് മല്ലിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത് റെഡിയാകും. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പോർക്ക് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിലൊക്കെ വെച്ചിട്ട്. അത് വെന്ത് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതൊന്ന് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല പെപ്പർ ഫ്രൈ ആണേ, നല്ലതായിട്ട് കുരുമുളകൊക്കെ പൊടിച്ചിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽസ്. അപ്പോൾ വീണ്ടും വ്ളോഗിലൂടെ വരുന്നതായിരിക്കും, അതിൽ ബാക്കി കാണാം.